ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ എപ്പോഴും ശത്രുക്കൾ എഴുന്നേൽക്കുന്നത് പരിഹാസം ചൊല്ലിക്കൊണ്ടായിരിക്കും, ഭീഷണി മുഴക്കിക്കൊണ്ടായിരിക്കും. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ മക്കൾ ഭൗതികമായിട്ടുള്ള യുദ്ധങ്ങളോ യുദ്ധമുറകളോ ഭീഷണികളോ ഉപയോഗിക്കാറില്ല. അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അറിയാവുന്നത് കൊണ്ട് ശക്തനായ ദൈവത്തിങ്കൽ കാര്യം ഫലമേൽപ്പിക്കും. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ ജനത്തെ വിടുവിക്കും, വലിയ ജയം നൽകും. ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ദൂത് അതാണ്: ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും, ശത്രു ചിതറിപ്പോകും. ആമേൻ. ഒന്നുകൂടെ പറയാം, ഇനി നിങ്ങൾക്കെതിരെ നിന്ന് ഭീഷണിപ്പെടുത്തിയ പരിഹാസവാക്ക് പറഞ്ഞ ശത്രു ഇനി നിങ്ങളുടെ നേരെ നിൽക്കുകയില്ല. ഒരു പ്രോമിസായിട്ട് ഏറ്റെടുത്തോ, ഇനി ആ ശത്രു നിങ്ങളുടെ നേരെ നിൽക്കുകയില്ല. 68-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കും, നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. അവൻ എഴുന്നേറ്റാൽ ശത്രു ചിതറിപ്പോകും. ഹല്ലേലൂയ. യഹോശാഫാത്തും അവനോട് കൂടെ ഉണ്ടായിരുന്ന ജനവും ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ച ഒരു സംഭവം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോവാബിരും അമ്മോന്യരും മെയൂന്യരും ചേർന്ന് തൻ്റെ ജനത്തെ ആക്രമിക്കുവാൻ, നശിപ്പിക്കുവാൻ പദ്ധതി ഉണ്ടാക്കി യുദ്ധത്തിനടുത്ത് വന്നപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച ദൈവത്തിൻ്റെ ദാസൻ, അന്നത്തെ രാജാവാണ്, യഹൂദരുടെ രാജാവാണ്. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ദൈവം യുദ്ധം ചെയ്യാനായിട്ട് എഴുന്നേറ്റപ്പോൾ തന്നെ അവർ സ്തോത്രസ്തുതികളോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ പറയാം, പ്രാർത്ഥനയും ആത്മീയ ആരാധനയും ദൈവത്തെ സ്തുതിക്കുന്നതാണെങ്കിൽ ദൈവം നിങ്ങൾക്കൊണ്ട് എഴുന്നേൽക്കും. നിങ്ങൾ ആരാധിച്ചോ, സ്തോത്രം ചെയ്തോ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിക്കോ. വിശ്വാസത്താൽ സ്തോത്രം പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കും. സംഭവിച്ചതാണ്, ശത്രു തമ്മിൽ സംഹരിച്ചു, തമ്മിൽ പടപൊരുതി പരാജയപ്പെട്ടു, കുറെ പേരെ കൊന്നുകളഞ്ഞു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹൂദരും യെരൂശലേമ്യരും എല്ലാം യഹോശാഫാത്തുമായി സന്തോഷത്തോടുകൂടി യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ജയസന്തോഷം എന്ന് പറഞ്ഞേ, ജയസന്തോഷം. പരാജയത്തിൻ്റെ കരച്ചിലോ വേദനയല്ല, ജയത്തിൻ്റെ സന്തോഷവും ആർപ്പും നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് തരും. ആമേൻ. കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്. ജയസന്തോഷം തരും, ജയസന്തോഷം. ഹല്ലേലൂയ. ഇനി യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: നിനക്ക് ഞാൻ വലിയ ജയം തരും, നീ എൻ്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആമേൻ. ദൈവം അവനോട് കൂടെ നിന്നതുകൊണ്ട് അവനെതിരെ ഒരുത്തനും നിന്നില്ല. നിന്റെ ജീവകാലത്ത് ഒരുത്തനും നിനക്ക് നേരെ നിൽക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു ശത്രുവും ദൈവത്തിന് നേരെ നിൽക്കാൻ കഴിയില്ല. നീ ദൈവത്തിൻ്റെ പ്രമാണത്തോട് ചേർന്ന് നിന്നാൽ മതി, ജയം ഉറപ്പാണ് എന്ന് വിശ്വസിച്ച് പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഒരു ശത്രുവും ദൈവത്തിന് നേരെ നിൽക്കുകയില്ല, എനിക്ക് നേരെ നിൽക്കുകയില്ല. 46-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ആർത്തലച്ചു വരുന്ന തിരമാലകളും വലിയ കൊടുങ്കാറ്റുകളും പേമാരിയും അതേസമയം തന്നെ യുദ്ധവും യുദ്ധശ്രുതികളും വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ലോകത്തിലുണ്ടാകുമ്പോൾ യഹോവയായ ദൈവം അതിൻ്റെ നടുവിൽ എഴുന്നേൽക്കുന്നു. 46-ാം സങ്കീർത്തനം 9-ാം വാക്യം: അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. യഹോവയായ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം ചിതറിപ്പോകും. അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. ആമേൻ. ദൈവം നിങ്ങളെ കൊണ്ട് എഴുന്നേൽക്കട്ടെ. അവൻ യുദ്ധവീരനായ യഹോവയാ, അവൻ അത്ഭുതം ചെയ്ത ദൈവമാണ്. ശത്രു നിങ്ങൾക്കെതിരെ പരിഹാസവും ഭീഷണിയും ഉപദ്രവമായിട്ടൊക്കെ എഴുന്നേറ്റാലും പേടിക്കരുത്, ദൈവം കൂടെയുണ്ട്. ദൈവം എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. ആമേൻ. ഈ സന്ദേശം കേൾക്കുന്ന ഒത്തിരി പേര് വളരെയധികം പൈശാചികമായ വെല്ലുവിളികളുടെ നടുവിൽ നിൽക്കുകയാണ്. അത് പല മേഖലയിൽ നിന്നായിരിക്കും വെല്ലുവിളി എഴുന്നേറ്റ് വരുന്നത്. പക്ഷേ ദൈവം നിങ്ങൾക്കൊണ്ട് എഴുന്നേൽക്കും. നിങ്ങൾക്ക് നേരെ ശത്രു നിൽക്കാൻ ഇന്ന് ദൈവം സമ്മതിക്കില്ല. വിശ്വസിക്ക്, കർത്താവ് കൂടെയുണ്ട്. പ്രിയ കർത്താവേ, ഈ മക്കൾക്ക് നേരെ ഒരു ശത്രുവും ഒരു പിശാചും കർത്താവേ ഒരു
അവകാശങ്ങളും ഒരു അധികാരികളും നിൽക്കാൻ ഇടയാകാതെ വേണം ദൈവം ഈ മക്കളുടെ കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു ജയസന്തോഷം നൽകണമേ. ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള കോട്ടയായി അവിടുന്ന് കൂടെയുണ്ട്. ശത്രു നേരെ വലിയ ജയസന്തോഷം നൽകുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യണം. ഈ മക്കൾ ജയത്തോടെ സഞ്ചരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ഇനി ആ ശത്രു നിങ്ങൾക്ക് നേരെ നിൽക്കാൻ ദൈവം സമ്മതിക്കില്ല. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർ കൂടെ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വിക്ടോറിയസ് ഡേ.